ഹേ ഗൈസ്, വെൽക്കം ടു അനദർ അൺബോക്സിംഗ് ഡേ. സോ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പോർട്ടോണിക്സ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പീക്കർ കം അലാം ക്ലോക്ക് കം ഒരു ലൈറ്റിംഗ് സോഴ്സ് അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ഡെസ്ക് ഗാഡ്ജറ്റ് പ്ലസ് ഒരു വയർലെസ് ചാർജർ എല്ലാം കൂടി അടങ്ങിയ ഒരു കിഡിലും പ്രൊഡക്റ്റാണ്. ആൻഡ് മൾട്ടി പർപ്പസ് വൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. സോ ഒരു ഡിലേ ഇല്ലാണ്ട് നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ഥിരം ഇത് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വിശ്വസ്തമായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ആ സീലൊക്കെ അൺബോക്സ് ചെയ്ത് കളയാം. ആൻഡ് ഓക്കെ, അപ്പുറത്തും സീലുണ്ട്. ഉള്ള സീൽ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന്. അപ്പോൾ സീല് കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി അഴിച്ച് നമുക്ക് തന്നെ പ്രൊഡക്റ്റ് ഉള്ളിൽ എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ആണ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് കറക്റ്റായിട്ടുള്ള ഒരു തട്ടിയും മുട്ടിയും നമ്മുടെ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി സ്പോഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സെക്യൂർ ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കണം എന്തായാലും. സോ നമുക്ക് ആ ഒരു സ്പോഞ്ച് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് വെക്കാം. ആൻഡ് നമുക്ക് ആ ഒരു USB ടു ടൈപ്പ് സി കേബിളും ഇതിനകത്ത് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്, നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ടൈപ്പ് സിയുടെ ഒരു കേബിളും നമുക്ക് കിട്ടുന്നുണ്ട്. ബോക്സ് കാലിയാണ്, ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ആ കാലി ബോക്സ് നമുക്ക് അവിടെ മാറ്റി വെച്ചേക്കാം. സോ ഇനി നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിനകത്ത് എന്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നോക്കാം. സോ ഫസ്റ്റ് എനിക്ക് ഇത് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് തന്നെ ഒരു പ്രീമിയം നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിനിഷ് അല്ലെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് നല്ല ലൈക്ക് ഐ എം ഇംപ്രസ്ഡ് ഗൈസ്. ആൻഡ് നമുക്ക് ആ ഒരു ഹാൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ഹാൻഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ ഉണ്ട്. ആൻഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഫാബ്രിക് പോലത്തെ ഒരു ഫിനിഷാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. ആ ഒരു ഫിനിഷ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആൻഡ് താഴെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പീക്കറിൻ്റെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരാനായിട്ടൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു USB പോർട്ടും ഒരു കാർഡ് റീഡർ, ഒരു ടൈപ്പ് സി പോർട്ട്, ഒരു ഓക്സ് കേബിളിൻ്റെ പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ കോട്ടിങ് സാധനം കൊടുത്തിട്ടുണ്ട്, അടിയിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്. ആൻഡ് ഈ ഒരു പ്ലസ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ഡിവൈസ് വെക്കുമ്പോൾ ഡിവൈസിന് കറക്റ്റായിട്ട് ഞാൻ അത് കാണിച്ചു തരാം. ഡിവൈസിന് കറക്റ്റായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്ലസ് കൊടുത്തേക്കുന്നത്. ആ ഒരു പ്ലസ് വെച്ചിട്ട് നമുക്ക് തന്നെ ഇത് ചാർജിങ് ഓണല്ല, ചാർജിങ് ഓൺ ആവണമെന്ന് നമ്മൾ ഈ സ്പീക്കർ ചാർജിങ്ങിൽ ഇട്ടാലാണ് വയർലെസ് ചാർജിങ് ഓൺ ആവുള്ളൂ. വയർലെസ് ചാർജിങ് ഓൺ അല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് തെന്നിപ്പോയത് കേട്ടോ. അപ്പോൾ അല്ലാതെ തന്നെ കറക്റ്റായിട്ട് നിന്നോളും. ആൻഡ് ഈ ഒരു സിൽവർ കളറുള്ള സാധനത്തിൽ നമുക്ക് ഫോൺ വെക്കാൻ പറ്റൂല. ഒന്നൊരു ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അങ്ങനെ ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കണം അല്ലാന്ന് തോന്നുന്നു. നമ്മൾ വയർലെസ് ചാർജിങ്ങിന് വെക്കുമ്പോൾ ഇങ്ങോട്ട് തള്ളിപ്പോരായിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു ആ ഒരു സിൽവർ ഡിസൈൻ. നമുക്കത് ഇവിടെ ക്ലോക്കിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് കാര്യങ്ങളെല്ലാം നല്ലൊരു മിനിമലിസ്റ്റിക് ആയിട്ടാണ് നമ്മുടെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് അടിക്കാനും ഇത് ചെയ്യാനും ടൈമറിനും പവർ ഓൺ ചെയ്യാനുള്ള മോഡ് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പവർ ഓൺ ബട്ടണിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പീക്കർ ഓൺ ആയിട്ട് കിട്ടുന്നതാണ്. ബ്ലൂടൂത്ത് മോഡായിരിക്കും ഓട്ടോമാറ്റിക്കലി വരുന്നത്. ആൻഡ് എല്ലാ ടൈമിലും നമ്മുടെ ആ ഒരു ക്ലോക്ക് ഓൺ ആയിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ ഇംപ്രസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഒരാഴ്ച ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ പേജിലിടണമായിരിക്കും. സബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തിടുക, ആൻഡ് ലൈക്ക് ചെയ്യുക വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.